നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. എന്താണ് ക്യാമിയോ റോൾ? ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് ആ സിനിമയിലെ ശ്രദ്ധേയമായ കഥാപാത്രമായി മാറുന്ന ഒരു പ്രശസ്ത വ്യക്തി, അതായത് ഒരു നടൻ, സംവിധായകൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രിറ്റിയായ വ്യക്തികളെ സൂചിപ്പിക്കുന്ന പദമാണ് ക്യാമിയോ റോൾ. ഒരു സിനിമയെ സംബന്ധിച്ച് ക്യാമിയോ റോളുകൾ പലപ്പോഴും ഹ്രസ്വമായിരിക്കും, പക്ഷേ അത് പ്രേക്ഷകർക്ക് രസകരവും ആവേശകരവും ഒപ്പം എന്നെന്നും ഓർത്തിരിക്കാത്തക്ക വിധം ആയി തോന്നും. ക്യാമിയോകൾ പലപ്പോഴും പ്രേക്ഷകർക്ക് അപ്രതീക്ഷിതമായാണ്. സിനിമ കാണുന്ന വ്യക്തിക്ക് ക്യാമിയോ റോളുകൾ ഒരു വൗ മുഹൂർത്തം സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ അതൊരു തമാശയായോ സിനിമയ്ക്ക് പുറത്തുള്ള ഒരു സന്ദർഭം ഉൾപ്പെടുത്തിയോ ആയിരിക്കും. ഹോളിവുഡിൽ സ്റ്റാൻലി എന്ന മാർവൽ കോമിക്സ് സ്രഷ്ടാവ് മാർവൽ സിനിമകളിൽ, ഉദാഹരണത്തിന് സ്പൈഡർമാൻ, അയൺമാൻ ചെറിയ രംഗങ്ങളിൽ അപ്രത്യക്ഷപ്പെടുന്നത് ക്യാമിയോ റോളുകൾക്ക് ഒരു ക്ലാസിക് ഉദാഹരണമാണ്. ബോളിവുഡിൽ സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ തുടങ്ങിയ താരങ്ങൾ മറ്റ് സിനിമകളിൽ ഒരു പാട്ട് രംഗത്തോ അല്ലെങ്കിൽ ചെറിയ രംഗത്തോ ശബ്ദവുമായി ഒക്കെ വരാറുണ്ട്. ക്യാമിയോ വേഷങ്ങൾ ഒരു സിനിമയ്ക്ക് അധിക ആകർഷണം നൽകാനും താരത്തിന്റെ ആരാധകരെ ആവേശം കൊള്ളിക്കാനും ഉപയോഗിക്കുന്ന വാണിജ്യ തന്ത്രമാണ്. മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ക്യാമിയോ റോളാണ് സമ്മർ ഇൻ ബത്ലഹേമിലെ മോഹൻലാൽ ചെയ്ത നിരഞ്ജൻ എന്ന കഥാപാത്രം. ഒരു കുറ്റവാളിയുടെ വേഷത്തിൽ ഏകദേശം 10 മിനിറ്റ് മാത്രമേ സ്ക്രീനിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അവസാന രംഗങ്ങളിൽ കഥയുടെ ഗതി മാറ്റുന്ന ഒരു ശക്തമായ പ്രകടനമാണ് അവതരിപ്പിച്ചത്. അതുപോലെ നരസിംഹം എന്ന സിനിമയിൽ മമ്മൂട്ടി നന്ദഗോപാൽ മാരാർ എന്ന അഭിഭാഷകനായി വരുന്ന ഒരു ചെറിയ വേഷം. 10 മിനിറ്റിൽ താഴെ സമയമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവിസ്മരണീയമായ പ്രകടനത്തോടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. സുരേഷ് ഗോപി മനു അങ്കിൾ എന്ന ചിത്രത്തിന്റെ മിന്നൽ പ്രതാപൻ എന്ന കോമഡി കഥാപാത്രമായി വരുന്നത്. കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഈ വേഷം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ശ്രദ്ധ നേടുകയും ചെയ്തു. ഒരു അനാഥനായി സ്നേഹവും ദുഃഖവും നിറഞ്ഞ ചെറിയ വേഷവുമായി ദുൽഖർ സൽമാൻ ഇമ്രാൻ എന്ന കഥാപാത്രമായി വന്ന പറവയിലെ ക്യാമിയോ റോൾ കഥയ്ക്ക് ആഴം പകരുകയും കഥയുടെ ഗതി മാറ്റി സന്ദേശം നൽകുകയും ചെയ്തു. ഈ ക്യാമിയോ റോളിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.